വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളെപ്പോലുള്ള PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഓരോ ദിവസവും നമ്മൾ ഓരോരോ പ്ലാനിങ്ങോടുകൂടി വേണം തുടങ്ങാൻ. എങ്കിലും മാത്രമേ നമുക്ക് അന്നത്തെ ദിവസം 100% സാറ്റിസ്ഫാക്ഷനോടുകൂടി പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് രാവിലെ തന്നെ തൊഴിൽ വാർത്ത വന്നിട്ടുണ്ട്. എപ്പോഴും തൊഴിൽ വാർത്ത കൊണ്ടുവരുന്ന ചേട്ടൻ നമ്മുടെ സിറ്റൗട്ടിൽ കൊണ്ടുവന്നിട്ട് തൊഴിൽ വാർത്ത എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച വെച്ചിട്ട് പോകും. അപ്പോൾ ഞാൻ ചെന്നിട്ട് രാവിലെ എഴുന്നേറ്റ് പതിയെ അതൊക്കെ എടുത്തുകൊണ്ട് അങ്ങ് പോരും. തൊഴിൽ വാർത്ത നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് ആണെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സിൻ്റെ ഏരിയയ്ക്ക് ആണെങ്കിലും തൊഴിൽ വാർത്തയിൽ വരുന്നതൊക്കെ ഒരുപാട് നല്ല സ്റ്റാൻഡേർഡ് ഉള്ളതും അതുപോലെ തന്നെ റെയർ ആയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് തൊഴിൽ വാർത്തയിൽ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ദിവസം തുടങ്ങുമ്പോഴും ഓരോ കണക്കൂട്ടലാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം കണക്കിലൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു മാത്സ് എങ്ങനെയാണ് പഠിക്കുന്നത്, ഏത് ചാനലാണ് ഫോളോ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് രണ്ട് പേരിങ്ങനെ ചോദിച്ചിരുന്നു. ഞാൻ പൂർണ്ണമായിട്ടും മാത്സിന് വേണ്ടി ഫോളോ ചെയ്യുന്ന ചാനൽ ജെറിൻ സാറിൻ്റെ ട്രിക്ടേൺ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണ്. ഞാൻ ഏകദേശം ഒരു 5-6 ബുക്കുകൾ കുറഞ്ഞത് ആ ചാനലിലെ വീഡിയോസിന് വേണ്ടി എടുത്തിട്ടുണ്ട്. കാരണം സാറിൻ്റെ ഒന്നേന്ന് തുടങ്ങിയിട്ടുള്ള ഞാൻ മാത്സ് പഠിക്കാൻ തുടങ്ങി എങ്ങനെയെന്ന് വെച്ചാൽ സാറിൻ്റെ ഒന്നേന്നുള്ള ടോപ്പിക്ക് വഹിച്ചിട്ടിരിക്കുന്ന വീഡിയോസ് എടുത്തിട്ട് ഞാൻ അതിനെ ഓരോ ബുക്കും ഓരോ ടോപ്പിക്ക് വൈസ് എഴുതിയെടുത്തു. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് മാത്സ് പഠിക്കേണ്ടത്, ബിഗിനറാണപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണോ അതോ ബേസ് തൊട്ട് തുടങ്ങണമെന്ന് എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യേണ്ടത് മസ്റ്റാണ്. അതിപ്പോൾ മാത്സിനാണെങ്കിലും ഇംഗ്ലീഷിനാണെങ്കിലും GKക്കാണെങ്കിലും മലയാളത്തിനാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കണം. ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം വർക്കൗട്ട് ചെയ്താൽ മതി. ആ കൂടെ നമുക്ക് ഓരോ ടോപ്പിക്ക് എടുത്തിട്ട് ഇപ്പോൾ മാത്സ് ആണെങ്കിൽ ലാഭവും നഷ്ടവും ഒരു ദിവസം കൊണ്ട് നമുക്ക് ആ ടോപ്പിക്ക് തീർക്കാൻ പറ്റത്തില്ല. എന്നിരുന്നാലും നമുക്ക് ഇപ്പോൾ ജെറിൻ സാറിൻ്റെ ആണ് വീഡിയോസ് കാണുന്നതെങ്കിൽ നമുക്കൊരു ദിവസം 1-2 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിൽ ആ ഒരു ടോപ്പിക്കിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അടുത്ത ദിവസം അതേ സബ്ജക്റ്റിൽ നിന്ന് തന്നെ അതേ ടോപ്പിക്കിൽ നിന്ന് അടുത്തൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം, പിന്നത്തെ ദിവസവും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ ഏത് ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്, ഏത് ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ മനസ്സിലാകുമല്ലോ. എക്സ്പോണൻസിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളെങ്കിൽ നമ്മൾ ഈ ടോപ്പിക്ക് തീർത്തതിന് ശേഷം അടുത്ത എടുക്കേണ്ടത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഇപ്പോൾ എക്സ്പോണൻസ് ആണെങ്കിൽ അടുത്ത ആ ടോപ്പിക്ക് എടുത്ത് നമ്മൾ പഠിക്കണം. ഞാനും ഫസ്റ്റ് ടൈമിൽ മാത്സ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കൊരു അടിത്തറ ഞാൻ തന്നെ റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പം ഞാൻ ആ സാറിൻ്റെ ക്ലാസ്സുകൾ എടുത്തിട്ട് ഒന്നേന്ന് തുടങ്ങി ഞാൻ ആ ക്ലാസ്സുകൾ കണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്തെടുത്താണ്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ആ ഒരു മെത്തേഡ് സ്വീകരിക്കാവുന്നതാണ്. മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് മറ്റ് സബ്ജക്റ്റുകളെ പോലെയല്ല. നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് എത്തിക്കഴിഞ്ഞ് നമുക്കൊരു ബേസ് കിട്ടി ഒരു അടിത്തറ സ്ട്രോങ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാത്സിന് വലിയ പാടില്ല. മാത്സ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് മാത്സിനോടുള്ള നമ്മുടെ ഒരു അറിവെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് കൂടും. പക്ഷെ നമ്മൾ മാത്സ് കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ മാത്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് പഠിച്ചു വരുന്ന ആൾക്കാരോട് പറയാനുള്ളത് മാത്സ് നിങ്ങൾ നല്ലപോലെ ഫോക്കസ് ചെയ്യണം. കാരണം മാത്സ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഓൾമോസ്റ്റ് ആൾക്കാരും മാത്സ് അത്ര പാടുള്ള ഒരു ടോപ്പിക്കാണെന്ന് പറയുന്നത് കേൾക്കാറില്ല. പൊതുവേ ഇംഗ്ലീഷൊക്കെയാണ് എല്ലാവർക്കും ഇപ്പോൾ പാടായിട്ട് നിൽക്കുന്നത്. മാത്സ് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു ഏരിയയിൽ കൂടി വീണ്ടും കടന്നുപോയി റിപ്പീറ്റായിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് മാത്സ് എല്ലാവരും ഇപ്പോൾ അവരവരുടേതായ ഒരു രീതിയിൽ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മാത്സ് നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യണം. കാരണം എല്ലാവർക്കും കിട്ടുന്നത് നമുക്കും കിട്ടണം. ആ കൂടെ മറ്റുള്ളവർക്ക് ടഫായിട്ടുള്ള ഏരിയ നമ്മുടെ സ്ട്രോങ് ഏരിയ ആക്കുകയും കൂടി വേണം. എങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള മാർക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. മാത്സിന് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ജെറിൻ സാറിൻ്റെ ക്ലാസ് തന്നെയാണ്. എനിക്കൊന്നും മറ്റെങ്ങും പോകേണ്ട കാര്യമില്ല. ഒരു ബേസിലുള്ള ഒരാൾക്കാരല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ചാനലാണ്. അപ്പോൾ നിങ്ങൾ മാത്സിന് വേണ്ടിയിട്ട് വേറെ ചാനലൊന്നും തപ്പി പോകേണ്ട കാര്യമില്ല. ഒരു ബുക്ക് എടുക്കുക, സാറിൻ്റെ ഫസ്റ്റ് തൊട്ടുള്ള ചാനലിലിട്ടിരിക്കുന്ന വീഡിയോസ് നിങ്ങൾ കണ്ട് പറ്റുന്നതൊക്കെ നോട്ട് പ്രിപ്പയർ ചെയ്യുക. 1-2 പേര് ചോദിച്ച ചോദ്യമാണിത്, ഞാൻ ഏത് റാങ്ക് ഫയലാണ് ഉപയോഗിക്കുന്നതെന്ന്. ഞാൻ ലക്ഷ്യയുടെ 2022 എഡിഷനിൽ ഇറങ്ങിയ ഈ ഒരു റാങ്ക് ഫയലാണ് 3 വോളിയായിട്ടുള്ള ഈ ഒരു റാങ്ക് ഫയലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഡിഗ്രി ലെവലിലുള്ളൊരു എക്സാമിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഈ റാങ്ക് ഫയൽ പോരാതെ വരുമെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ വരുന്നത് ഇതിനകത്തില്ലെന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇത് സെയിമാണ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ പഠിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ട് നടക്കാതെ പോകുന്ന ഒരു ടോപ്പിക്കാണ് 2024-25 ബഡ്ജറ്റ്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ആ ഒരു ടോപ്പിക്ക് നോക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു പ്രിൻ്റ് ഞാൻ എടുത്തത് വൊക്കാബ്സ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ നിന്നാണ്. ഞാൻ കറണ്ട് അഫയേഴ്സ് എല്ലാം എടുക്കുന്ന ആ ചാനലിൽ നിന്ന് തന്നെയാണ്. മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണത്.
ഇത് ഞാൻ ആ ചാനലിനെ പൊക്കിപ്പറയുന്നതോ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് വെച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ബഡ്ജറ്റിൻ്റെ ഈ ഒരു പ്രിൻ്റ് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ബഡ്ജറ്റിന് വേണ്ടി ഇനി മറ്റെങ്ങും സോഴ്സുകൾ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയും പെർഫെക്റ്റാണ്. അവരുടെ നോട്ട്സ് ആണെങ്കിലും പ്രിൻ്റ് ആണെങ്കിലും നമുക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു ചാനലാണ്. അപ്പം ഞാനിത് കൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, PSC പഠിക്കുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ആണെങ്കിലും ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ നോട്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. PSCയിൽ ഇപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ട്. നമ്മളെല്ലാവരും ജോലിക്ക് വേണ്ടി മത്സരിക്കുന്നവരാണ്. ചിലപ്പോൾ പോയിൻ്റ് മാർക്കിനായിരിക്കും നമ്മൾ ലിസ്റ്റിന് പുറത്തു പോകുന്നതും ചിലപ്പോൾ നമുക്ക് ജോലി കിട്ടുന്നതും എല്ലാം. എങ്കിൽ കൂടി എനിക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് കൂടി സജസ്റ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു നമ്മുടെ ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ കൊണ്ട് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ കുറേ ദിവസമായിട്ട് ഇതുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ചെയ്യാനും എടുത്ത് പഠിക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല. ഓരോ പോർഷൻസ് പഠിച്ചു വരുമ്പോൾ അത് റിവിഷൻ കൊടുക്കണം, പിന്നെ എക്സ്ട്രാ ടോപ്പിക്കുകൾ പഠിക്കണം, പിന്നെ ക്ലാസ് ഉള്ളപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ എല്ലാം കൂടി വരുമ്പോൾ വിചാരിച്ച പോലെ കറക്റ്റ് ആകുന്നില്ല. അപ്പം ഞാൻ കുറച്ച് നമ്മളുടെ ആ ടൈം ടേബിളിന് പുറത്ത് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ പഠിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ എഴുതി വെക്കും. ഇന്നത് പഠിക്കണം, ടൈം ടേബിളിൽ ഇല്ലാത്ത ഇന്നത് കൂടി പഠിക്കണം എന്നുകൂടി ഞാനിങ്ങനെ എഴുതി വെച്ചിട്ട് കിട്ടുന്ന സമയമൊക്കെ അങ്ങനെയാണ് ഞാൻ ഓരോ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നത്. പിന്നെ GK ആണെങ്കിലും അല്ലാത്ത പോർഷൻസ് ആണെങ്കിലും ഞാൻ എങ്ങനെ പഠിക്കുന്നതെന്ന് കുറച്ച് പേര് ചോദിച്ചിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ വൊക്കാബ്സ്പീഡിയയിൽ ഇട്ടേക്കുന്നൊരു പ്രിൻറ്റും ഉണ്ട്, എൻ്റെ റാങ്ക് ഫയലും ഉണ്ട്. നമുക്ക് ഏകദേശം ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു ധാരണ കിട്ടാനും നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനും ആ പ്രിൻ്റ് മതിയാകും. നമുക്കൊരു ടോപ്പിക്കിൻ്റെ ഡീപ്പിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടോപ്പിക്ക് എടുത്ത് ഈ പ്രിൻ്റ് കൂടി എടുത്തിട്ട് റാങ്ക് ഫയലിൽ ആ പോർഷൻ കൂടി എടുത്തിട്ട് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നമ്മൾ പഠിച്ചാൽ മതിയാകും. ചില കാര്യങ്ങൾ ഈ പ്രിൻറ്റിൽ വൺ വേർഡായിട്ട് കൊടുത്തേക്കുമ്പോൾ നമ്മൾ ആ പോർഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പോർഷൻ നമ്മൾ റാങ്ക് ഫയലിൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഡീപ്പായിട്ടൊന്ന് വായിച്ചും കൂടി നോക്കുക. അങ്ങനെ നമ്മൾ രണ്ടും കൂടി കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ 2 സോഴ്സാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം എക്സ്ട്രാ ഉള്ള കുറച്ച് പോയിൻറ്റ്സും ഒപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഇപ്പോൾ പ്രീവിയസ് ആയിട്ട് PSC ചോദിക്കുന്നതുമായിട്ടുള്ള എല്ലാം നമുക്ക് കിട്ടും. അതുപോലെ നമ്മളിപ്പോൾ PSC എക്സാം എഴുതാൻ പോകുമ്പോൾ ഈ പ്രിൻറ്റിൽ കാണാത്തതും ഇല്ലെങ്കിൽ നമ്മൾ റാങ്ക് ഫയലിൽ വായിച്ചപ്പോൾ കാണാത്തതുമായ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കയറി ചോദിക്കുകയോ നമ്മൾ കാണുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ആ റാങ്ക് ഫയൽ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് കറക്റ്റായ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസർ എന്താണെന്ന് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ റാങ്ക് ഫയലിൻ്റെ എവിടെയെങ്കിലും അല്ലെങ്കിൽ ആ പ്രിൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലൊക്കെ നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ നമ്മൾ അടുത്ത തവണ ആ പോർഷൻ വായിക്കുമ്പോൾ നമ്മൾ ഇതുകൂടി കവർ ചെയ്തേ വായിക്കുകയുള്ളൂ. അങ്ങനെയാണ് നമുക്ക് റെയറായിട്ടുള്ള ഓരോ പോയിൻറ്റ്സുകൾ നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ റെയറായിട്ടുള്ള ചില കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റായിട്ടും വർക്കൗട്ട് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ ഈ കമ്മീഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ അത് വർഷങ്ങൾ വരുമ്പോൾ അത് നിയമിക്കുന്നത്, രാജിക്കത്ത് സമർപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഒരു പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഓരോ കമ്മീഷൻസിലും ആരാണ് നിയമിക്കുന്നത്, ആർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കണം. അതെല്ലാം നമുക്ക് ഇതുപോലത്തെ പ്രിൻ്റ് നമ്മുടെ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ റാങ്ക് ഫയൽ എടുത്തിട്ട് ഒരു ബുക്ക് എടുക്കുക, നമ്മൾ ഓരോന്നും കമ്പയർ ചെയ്തിട്ട് പഠിക്കുക. ഇപ്പം വനിതാ കമ്മീഷനാണെങ്കിലും വിവരാവകാശ കമ്മീഷനാണെങ്കിലും അങ്ങനെ ഓരോന്നും നമ്മളൊരു ബുക്ക് എടുത്തിട്ട് അതിൽ തന്നെ എഴുതുക. അപ്പോൾ നമുക്ക് ഒരൊറ്റ പേജ് ഇങ്ങനെ മറിക്കുമ്പോഴേക്കും നമുക്ക് എന്താണെന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും. എൻ്റെ ഈ വീഡിയോസ് കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ലൈഫിൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ എങ്ങും നമ്മൾ തളർന്നു പോകരുത്. 1-2 പേരൊക്കെ ഇങ്ങനെ പറയുന്നത് ഞാൻ കണ്ടു. ഭയങ്കരമായിട്ട് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേരൊക്കെ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നുന്നതൊക്കെ. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളെപ്പോലെ തന്നെയാണ് ഈ PSC വിദ്യാർത്ഥികളെല്ലാവരും. അവർക്കും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്, അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട്. എല്ലാം നമ്മളെപ്പോലെ തന്നെയാണ്. പക്ഷേ അവരൊക്കെ പൊരുതുവാണ് ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട്. നമ്മളും അതിന് തന്നെയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അവർക്ക് സാധിക്കുമെങ്കിൽ നമുക്കും സാധിക്കും. നമുക്ക് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം ഉണ്ടാകും. പക്ഷേ എല്ലാ കാലവും നമ്മളുടെ സങ്കടങ്ങളും ഓർത്തിട്ട് അവിടെ തന്നെ ഇരിക്കരുത്. അങ്ങനെ ഇരിക്കാനാണെങ്കിൽ നമ്മളെപ്പോഴും അവിടെ തന്നെ ഇരിക്കത്തുള്ളൂ. അവിടെ നിന്ന് എണീറ്റ് പതിയെ നടക്കാൻ ശ്രമിക്കുക, സ്പീഡപ്പായിട്ട് നടക്കുക, പിന്നെ അവിടെ നിന്ന് ഓടുക. അങ്ങനെ നമ്മളെ തന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. PSC സ്റ്റേറ്റ് വൈഡിൽ നടത്തുന്ന എക്സാംസിൽ 1ാം റാങ്ക് വരുന്ന കുട്ടികളെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മളെപ്പോലെ തന്നെ മനുഷ്യരല്ലേ അവരും. പക്ഷെ അവരെന്തുകൊണ്ടാണ് 1ാം റാങ്കിലെത്തുന്നു? അവരുടെ ഡെഡിക്കേഷനാണ്. PSC പഠിച്ച് ജോലി വാങ്ങിക്കുന്നവരാരും ബുദ്ധിജീവികളൊന്നുമല്ല. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച് നമ്മളൊരു കര പറ്റുന്നവർ തന്നെയാണ്. നമുക്ക് വേണ്ടതും അതേ മനസ്സ് തന്നെയാണ്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായാലും സങ്കടങ്ങളുണ്ടായാലും എങ്ങും നമ്മൾ വീണ് പോകരുത്. നമുക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, ജോലി വാങ്ങിക്കുക എന്നുള്ളത്.
നമ്മളിപ്പോൾ ഇരുന്ന് ചിന്തിക്കും, നമുക്ക് മറ്റുള്ളവരെ പോലെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ അത്രയും പ്രൊഡക്റ്റീവായിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. ആരും പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഒറ്റയടിക്കങ്ങ് എല്ലാം നമ്മൾ പഠിച്ച് സെറ്റാക്കി വെക്കുന്നവരല്ല. അവരുടെയൊക്കെ പുറകിൽ വലിയൊരു കഷ്ടപ്പാടിൻ്റെ കഥയുണ്ട്. നമുക്ക് ചിലപ്പോൾ രാത്രി പഠിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ രാവിലെ പഠിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പോൾ നമ്മൾ മറ്റുള്ളവർ ഇന്ന സമയത്ത് പഠിക്കുന്നു എന്ന് കരുതി അതേ സമയം നമ്മളും ആ സമയം തന്നെ പഠിക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഏത് സമയമാണോ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്നത് ആ സമയം നമ്മളിരുന്ന് പഠിച്ചാൽ മതി. മറ്റുള്ളവർ ഇന്ന സമയത്തിരുന്ന് പഠിക്കുന്നു എന്നും പറഞ്ഞിട്ട് നമ്മൾ അതേപോലെ അത് ഫോളോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് ഏറ്റവും പഠിക്കാൻ ഇഷ്ടമുള്ള സമയം രാത്രിയാണ്. രാത്രിയാകുമ്പോൾ എനിക്ക് എത്ര നേരം വേണമെങ്കിലും എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷേ പകലെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ഉറക്കം കറക്റ്റ് ആവാതെ കുറച്ച് നേരത്തേക്ക് എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന്. അപ്പം ഞാൻ ഒരിക്കലും മറ്റുള്ളവർക്ക് ഈ സമയമാണ് നല്ലത് എന്ന് കരുതിക്കൊണ്ട് ഞാൻ അവരെ ഫോളോ ചെയ്യാൻ ശ്രമിക്കാറില്ല. എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നുന്ന സമയം ഏതാണോ ആ സമയത്താണ് ഞാനിരുന്ന് പഠിക്കാറുള്ളത്. അപ്പം നമ്മളെ തന്നെ നമ്മൾ ആദ്യം തിരിച്ചറിയണം, നമ്മളുടെ പോരായ്മകൾ എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ പ്ലസ് പോയിൻറ്റ്സുകൾ എന്താണ്, നമുക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ നമ്മൾ തിരിച്ചറിയണം ആദ്യം തന്നെ. ദെൻ നമ്മളെ തന്നെ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുക. നല്ലപോലെ ഇരുന്ന് എല്ലാവരും പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.